ഹലോ അനീഷേ. ഹലോ ഹലോ. ഹലോ. ഞാൻ ഇന്നെന്ത് വരാഞ്ഞേ? ഞാൻ ഇനി വരുന്നില്ല. എന്ത്? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാം അനീഷ. ഞാൻ മനപ്പുറം ഫോൺ എടുക്കറ്റ. എന്ത് പറ്റി അനീഷേ? ഞാൻ ഡ്രൈവിംഗ് പഠിക്കൽ നിർത്തി. എനിക്ക് പഠിക്കണ്ട. അയ്യോ, ഞാന് പിന്നെ ഇപ്പം തന്നെ 2 പ്രാവശ്യം ഫോൺ വിളിച്ചു, അനീഷ എടുത്തിട്ടില്ല. പകല് ഞാൻ എന്താ പറയണ്ടേ, അനീഷ വരുന്ന കാണായിട്ട് നമുക്ക് ഒന്നും എന്താ പറയണ്ടേ, ഒന്നും വെപ്രാളത്തിന് ഇന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കാനേ പറ്റിയിട്ടില്ല. ആരെങ്കിലും വേണ്ടേ? അനീഷിനോട് കുറച്ച് ഞാൻ സ്വാതന്ത്ര്യത്തിൽ പെരുമാറി. അനീഷല്ലേ ഉള്ളൂ എനക്ക് മിണ്ടാനും പറയാനല്ലോ. അതൊന്നല്ല. അല്ല അനീഷ് എന്താ തരാനേ? വരാന് മിഞ്ഞാത്തല്ലേ അത് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞോണ്ടാ? മിഞ്ഞാത്ത ഇന്നലെയെല്ലാം കാണിച്ചേ ശരിയായില്ല, അതുകൊണ്ട് ഞാൻ നിർത്തി. അയ്യോ, അതിനും വിളിച്ചാലും ഫോൺ എടുക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. വിളിച്ചോണ്ട് നിൽക്കുന്നോണ്ട് ഞാൻ പിന്നെ എടുത്തതാ, കാര്യം പറയാൻ വെച്ചിട്ട്. അനീഷിന് എന്നോട് ഇഷ്ടമെല്ലാം ഉണ്ട്, അതുകൊണ്ടല്ലേ വിളിച്ചുകൊണ്ട് നിന്നപ്പോ എടുത്തത്. അതൊന്നുമല്ല. പിന്നെ ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ഞാൻ വല്ല അടിച്ചോണ്ട് നിൽക്കൂല, എന്നാലും എനിക്ക് ഉറങ്ങാൻ കഴിയില്ലല്ലോ. അങ്ങനെ പിന്നെ സൈലന്റ് ആക്കിയപ്പോരെ? സൈലന്റ് ആക്കിയാ അനീഷിനറിയാം ഞാൻ വിളിച്ചുകൊണ്ടിരിക്കൂ, അപ്പൊ എടുക്കാന്നല്ലോ. അതൊന്നുമല്ല. പിന്നെ അത് ഇഷ്ടം കൊണ്ട് തന്നെയല്ലേ? അതൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇനി വരുന്നില്ല, നിർത്തി. അയ്യോ, അങ്ങനെ നിർത്തല്ല അനീഷേ. നിനക്ക് പിന്നെ ഇത് ഇനി ആരാ ഉള്ളത്? ഒന്ന് വീട്ടിലും ആരുമില്ല വർത്താനം പറയാനൊന്നും. ഒന്ന് സംസാരിക്കണ്ടെങ്കിൽ അനീഷിനോടല്ലേ പറ്റൂ? അതിനോട് സംസാരിക്കുമല്ലോ വേണ്ടേ? അതിന് സംസാരിക്കുമല്ലോ ചെയ്തിന്. അതെല്ലാം ഉണ്ടാവും. അത് അങ്ങനെയെല്ലാം ഉണ്ടാവും ഇനി. അങ്ങനെ തന്നെ ഉണ്ടാവുന്നുള്ളതുകൊണ്ടാന്ന് ഞാനും വരുന്നില്ല പറഞ്ഞത്. അനീഷിനോടല്ലേ എനക്ക് അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റൂ? എനിക്ക് ശരിക്കും മനസ്സിലായി. അനുവിന് ആവശ്യം എന്നാന്നല്ല എനിക്ക് ഏതാണ്ട് മനസ്സിലായി. മനസ്സിലായല്ലോ. അപ്പൊ പിന്നെ അനീഷ് നല്ല ഫ്രണ്ട്ഷിപ്പ് എന്നെല്ലാം പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇങ്ങനെയെല്ലാം തന്നെയാണ് കേട്ടാ. ഇങ്ങനെയാണോ ഫ്രണ്ട്ഷിപ്പ്? അങ്ങനെയെല്ലാം തന്നെയാ. അത് അനീഷിന് മനസ്സിലാകട്ടെ. അനീഷിന് ഒരു പെൺകുട്ടിയായിട്ടൊന്നും ഫ്രണ്ട്ഷിപ്പ് ഇല്ലല്ലോ. എനിക്ക് പെൺകുട്ടിയായിട്ടൊന്നും ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പെൺകുട്ടികളൊന്നും ആയിട്ട് അധികം അങ്ങനെ അടുപ്പമില്ല. അങ്ങനത്തേനോട് എനിക്ക് അങ്ങനെ എന്തോ ഒരു ഇങ്ങനെ തട്ടി നീറ്റിങ് പോകാന്ന്. അത് മോശമാണെന്നും. എന്ത് മോശം? മോശം എന്ന് വിചാരിക്കുന്നതായിരിക്കില്ല മോശമല്ലോ. മോശമൊന്നുമില്ലേ എന്ന്. എന്ത് മോശമാണ്? ജീവിതമെല്ലാം അത്രയല്ലേ. നമുക്കിങ്ങനെ സഹിച്ചങ്ങ് പോകാന്ന് ഫ്രണ്ട്ഷിപ്പിന് കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട്ഷിപ്പെല്ലാം എനക്കും ഇഷ്ടം തന്നെയാ. പക്ഷേങ്കില് അനു ഇതുപോലെല്ലാം കാണിക്കുമ്പോ നീ കാണിക്കുകയും ചെയ്യൂ. എന്തായാലും അനീഷ് നാളെ എന്തായാലും വരണം. എനിക്ക് ഒരു സമാധാനവും ഇല്ല. ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നത് നിർത്തിയാലോ എന്നാണ് ആലോചിക്കുന്നത്. അയ്യോ, അങ്ങനെ നിർത്തല്ല അനീഷേ. ഞാൻ പിന്നെ വീട്ടിൽ വന്നിട്ട് കൂട്ടിക്കൊണ്ടുവരുവേ. വീട്ടിൽ വന്നിട്ട് കൂട്ടിയാലും ഞാൻ വരുന്നില്ല. വീട്ടിൽ വന്നേക്കല്ലേ ഞാൻ അമ്മയോട് കാര്യം പറയും. അതോടെ എല്ലാം തീരൂ.
അങ്ങനെ തീരുവൊന്നുമില്ല. അനീഷിന് ഗൾഫിൽ പോണ്ടേ? ഗൾഫിൽ പോണോ? അതെന്നെ പറഞ്ഞെല്ലാം തീരും. അമ്മ പറഞ്ഞ അമ്മക്ക് അറിയില്ല ഇങ്ങനെ ഇത് അനുവിന്റെ ഡ്രൈവിംഗ് സ്കൂളിലാണ് വരുന്നത്, അവിടെ പെണ്ണുങ്ങളെ പഠിപ്പിക്കുന്നതൊന്നും നമുക്കറിയില്ല. അമ്മ എന്താ അങ്ങനെ പറഞ്ഞോ? ആണുങ്ങൾ പഠിപ്പിക്കുന്നതൊക്കെ മാത്രമേ അനീഷ് പോകണ്ടൂന്ന്? ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുന്നുണ്ടെന്നേ അറിയുള്ളൂ, ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നുണ്ടെന്നേ അറിയുള്ളൂ. അനീഷിന് ഡ്രൈവിംഗ് പഠിച്ച് ഗൾഫിൽ പോകണമെങ്കിൽ നാളെ ഉറപ്പായിട്ടും വരും. ഞാൻ തൊടുന്നതും ഇതല്ലോ അതുപോലെ തന്നെ ഉണ്ടാവും. അത് ശരിയാവൂലേനു. ശരിയാവും അനീഷേ. അനീഷില്ല അതൊക്കെ ശരിയാവൂല. ഞാൻ ഇതിനു മുമ്പിലോ ഞാൻ ഇപ്പം വന്നിട്ട് ഒരു 2-3 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ. അതെ, അപ്പൊ തന്നെ എനിക്ക് അനീഷിനോട് എന്തൊരു ഇഷ്ടം തോന്നി, സ്വാതന്ത്ര്യം എടുക്കാൻ തോന്നി, അതല്ലേ? വരൂലേ? ഞാൻ നിർത്താനാണ് എന്റെ പ്ലാന്. നിർത്തല്ലേ? പിന്നെ ഞാനും ഡ്രൈവിംഗ് നിർത്തേണ്ടി വരും, പഠിപ്പിക്കൽ. അതെന്തിനാ? ഞാൻ വേറെ എവിടെയും പോയിട്ട് പഠിക്കും. ഞാൻ വീട്ടിൽ വന്നിട്ട് കൂട്ടും, അത്രയേ ഉള്ളൂ. ഞാൻ കാര്യം അമ്മേൻ്റെ അടുത്ത് തുറന്നു പറയും. അന്നേരം പിന്നെ ആകെ പ്രശ്നമാവേ. എന്നാ പ്രശ്നമാണ്ടെങ്കിൽ നാളെ വാ. എന്തായാലും വരണം. നാളെ വന്നിട്ടില്ലേ ഞാൻ വീട്ടിലെത്തും. അല്ല, അങ്ങനെ വീട്ടിൽ ഇതാ അടുത്തെല്ലാം വീടുണ്ട്, ആളെല്ലാം വിചാരിക്കൂലേ? ആളെന്ന് വിചാരിക്കണ്ടേ? ഒരു പെണ്ണ് വീട്ടിൽ വന്നാല് അങ്ങനെയല്ല. അനു ആടി ഉള്ളോട്ടെ പഠിപ്പിച്ചു. ഞാൻ എന്തായാലും വരുന്നില്ല ഇനി. പറ്റൂല. നമുക്ക് ഫ്രണ്ട്ഷിപ്പിൽ പോകാം. ഫ്രണ്ട്ഷിപ്പിൽ പോകാന്ന് പറഞ്ഞാല് എനക്ക് അന്നേരം അനു എന്തായാലും ഒരു സത്യം ചെയ്തണം, ഉറപ്പ് തരണം, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവൂല. സത്യം ചെയ്തു തരാനൊന്നും പറ്റില്ല, അതെല്ലാം ഉണ്ടാവും. തൊടുവ് പിടിക്കുമല്ലോ. ഞാൻ ചെയ്തിട്ട് സത്യം ചെയ്തിട്ട് തൊടുവും പിടിക്കലും ചെയ്താൽ ചെയ്യാ. അതാണ് പ്രശ്നം. സത്യം ചെയ്താൽ പിന്നെ അതുപോലെ തന്നെ ഉണ്ടാവും. സത്യം ചെയ്യാനൊന്നും പറ്റില്ല. ഞാനിപ്പോ ഡ്രൈവിംഗ് പഠിപ്പിക്കും അനീഷിനെ ഒരിക്കൽ കൈക്ക് തൊട്ട്, അങ്ങനെ തൊട്ടാൽ എന്ത് ചെയ്യും? പിന്നെ അനീഷിന്റെ അടുക്ക സ്വാതന്ത്ര്യം എടുക്കുന്നത് എനക്ക് ആരും ഇല്ലായിട്ടില്ല അനീഷേ. ആരും ഇല്ലായിട്ടെല്ലാം തന്നെ അത് ഞാൻ പറഞ്ഞ ആരും ഇല്ലാന്ന്. എനിക്ക് അനീഷിനോട് മാത്രമേ അത്ര ഫ്രണ്ട്ഷിപ്പിലുള്ളൂ. അതെ, ഫ്രണ്ട്ഷിപ്പ് കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കില് അനുവിന്റെ ഇതുപോലുള്ള അനീഷ് നാളെ എന്തായാലും വരണം കേട്ടാ. മുൻകുടുത്തിട്ട് തന്നെ പിരിവും വേണം. അത് പറയേ പണ്ട വരൂല, അങ്ങനെ വരുകയില്ല. ഞാൻ വരണമെന്ന് വിചാരിക്കുന്നത് അനു ഇങ്ങനെ പറയുമ്പോ എനിക്ക് ചെറിയ സങ്കടവും വരുന്നു. എന്തിനീ? അല്ല, ആരും ഇല്ലാതുകൊണ്ടല്ലേ ഇങ്ങനെ വിളിക്കുന്നുണ്ടോ? പക്ഷെ അനുവിന്റെ അത് അനീഷിന് മനസ്സിലായല്ലോ, ആരും ഇല്ലായിട്ടാണ്. അത് മനസ്സിലായി. പക്ഷെ അല്ല, ആരും ഇല്ലായിട്ടാണ് അനീഷിനെ ഇങ്ങനെ വിളിക്കുന്നതെന്ന് അനീഷിന് മനസ്സിലായില്ലേ? അത് മനസ്സിലായി. പക്ഷെ ഇതുപോലെ കാണിക്കുമ്പോ അനീഷിന് എന്തെല്ലാം കാണാൻ കിടക്കുന്നു. എന്ത് അതെല്ലാം ഉണ്ട്. അപ്പൊ അനീഷിന് മനസ്സിലാവും അനീഷിനെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അനീഷിനോട് ഇങ്ങനെ പെരുമാറുന്നത്. ശരിക്കും പറഞ്ഞാല് ഞാൻ പെട്ടല്ലേ.
പെട്ടെന്ന് തന്നെ വിചാരിച്ചു. എന്തായാലും ഞാൻ മുണ്ടൊന്നും ഉടുക്കൂല, ഇനി ഇതുപോലെ ഒന്നും കാണിക്കൂല എന്ന് എനിക്ക് ഉറപ്പ് തരണം. ഉറപ്പ് തരുമെന്ന് അനീഷ് നാളെ വാ, എന്നിട്ട് ഞാൻ പറയാം. ഞാൻ ഒന്നും കൂടി ആലോചിക്കട്ടെ, എന്നിട്ട് എനിക്ക് ഉറപ്പിക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ എനിക്ക് അനുവിനക്ക് വരണ്ടി വയ്ക്കാൻ പേടിയാവും. ഞാനെന്നാ മറ്റേ പേര് എന്തൊന്നുമല്ലല്ലോ, അനീഷിന്റെ ഒക്കെ കുറച്ച് സ്വാതന്ത്ര്യം എടുക്കുന്നല്ലേ ഉള്ളൂ. എന്റെ സ്വാതന്ത്ര്യാന്നാ? പിന്നെ അനീഷിനെ എനിക്ക് ഇഷ്ടമായോണ്ടാണ് സ്വാതന്ത്ര്യം എടുക്കുന്നത്. നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പിൽ അങ്ങ് പോകാം. ഞാൻ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേങ്കില് ഫ്രണ്ട്ഷിപ്പ് എന്നെല്ലാം പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. അത് അനീഷിനെ അറിയായിട്ടാണ്. പിന്നെ ഒന്ന് തൊട്ട് വിചാരിച്ചിട്ട് ഇതായി പോകുന്നില്ല, ഫ്രണ്ട്ഷിപ്പ് ഇല്ലാണ്ടാവുമോ? നാളെ വരൂലേ? വരൂലെന്ന് വിചാരിച്ചു. അനു വീട്ടിൽ വരുമെന്ന് പറയുമ്പോ ആവുക എനിക്ക് പേടിയാ. അനീഷ് ഉറപ്പായിട്ട് നാളെ വരണം. വന്നിട്ടില്ലെങ്കിലേ ഞാൻ വീട്ടിൽ വരും. വീട്ടിൽ വന്നേക്കല്ല, ഞാൻ അടുത്ത വീട്ടിലെ ആളല്ലാണ്. അടുത്ത വീട്ടിലെ ആളുള്ള ആൾക്കൊക്കെ നാളെ അന്നെ ഒറ്റക്ക് പഠിപ്പിക്കാണ്ട് എല്ലാവരും ഒപ്പരം പഠിപ്പിക്കാൻ പറ്റുമോ? അതെങ്ങനെ ഒരുമിച്ച് പഠിക്കുമോ? ഒരു സ്റ്റിയറിംഗിലുള്ളൂ. അതെങ്ങനെ ഒരുമിച്ച് പഠിപ്പിക്കുമോന്ന്? ഞാൻ വരാം, രാവിലെ വരാം. അങ്ങനെ വരണ്ട, ശരിയാവൂല. അനുവിന്റെ എനിക്ക് ഒറ്റക്ക് വന്ന് ഇരിക്കാൻ എനിക്ക് പേടിയാ. അതെങ്ങനെ പഠിപ്പിക്കുമോന്ന്? അനക്ക് അനീഷിന് ഒറ്റക്ക് മതി.